ഇയാൾ തുണി തീറ്റി നിർത്തിയില്ലേ? A lion is always a lion. மருதமலை மாமணியே முருகையா, தேவனின் குலம் காக்கும் வேலையா ஐயா. ഹായ്, പുതിയൊരു വീഡിയോ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തളപതി വിജയുടെ ഗോട്ട് അതിൻ്റെ റിവ്യൂലോട്ടാണ്. ഡയറക്ടർ വെങ്കിട്ട് പ്രഭു, റൈറ്റർ വെങ്കിട്ട് പ്രഭു തന്നെയാണ്. പിന്നെ മ്യൂസിക് യുവൻ ശങ്കർ രാജ, പിന്നെ പ്രൊഡ്യൂസർ അർച്ചന കൽപ്പാത്തി, സ്റ്റാറിങ് കുറേ പേരുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. പിന്നെ തുടക്കത്തിൽ പറയുകയാണെങ്കിൽ വെങ്കിട്ട് പ്രഭു ഡയറക്ടർ ഇതിനു മുമ്പ് ചെയ്ത സിനിമ കുറേ വെങ്കിട്ട് പ്രഭുവിൻ്റെ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒന്നി അത് വലിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരിക്കും, ഒന്നി ഒരു വലിയ ഒരു ബോംബായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആവറേജ് പരിപാടി ഇതിനകത്ത് നിന്നിട്ടില്ല. അപ്പോൾ അതാണ് വെങ്കിട്ട് പ്രഭുവിൻ്റെ ഒരു ഡയറക്ടറുടെ ഒരു കുഴപ്പം. പക്ഷേ പുള്ളിക്കാരൻ നല്ലൊരു ഡയറക്ടറാണ്. അതിൻ്റെ റൈറ്ററിനെ പറ്റിയൊക്കെ ഞാൻ പറയാം, ഈ പടത്തിൻ്റെ റൈറ്ററിനെ പറ്റിയൊക്കെ ഞാൻ പറയാം. പിന്നെ എൻ്റെ യുവൻ ശങ്കർ രാജ പഴയ മ്യൂസിക്കൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. കാർത്തിക് വെച്ചുള്ള പഴയ സിനിമകളൊക്കെ ഉണ്ട്. ഒന്ന് പയ്യയുടെയൊക്കെ മ്യൂസിക് എനിക്ക് നല്ല, അതുമാത്രമല്ല പിന്നെ കാജലുമായിട്ടൊരു പടം ഉണ്ടായിരുന്നു കാർത്തിയുടെ, ഞാൻ മഹാൻ അല്ല ആണെന്നോ എന്ന് തോന്നുന്നു. അതും എനിക്ക് അതിനകത്ത് മ്യൂസിക്കൊക്കെ നല്ല രസമാണ്, കേൾക്കാനൊക്കെ നല്ല രസമാണ്. ഇത് കൂടാതെ മങ്കാത്ത വെങ്കിട്ട് പ്രഭുവിൻ്റെ സ്ഥിരം മ്യൂസിക് ഡയറക്ടറാണ് യുവൻ ശങ്കർ രാജ. പുള്ളിക്കാരൻ എല്ലാവർക്കും നല്ല മ്യൂസിക് ചെയ്ത് കൊടുക്കും. പക്ഷേ വിജയ് വന്നപ്പം, ഈ ഗോട്ടിനകത്തോട്ട് വന്നപ്പം പുള്ളിക്കാരൻ അത്ര രസിച്ചില്ല. മ്യൂസിക് ആണെങ്കിൽ ഒരു രീതിയിലും, പിന്നെ ഇതിനകത്തെ മ്യൂസിക് നേരത്തെ യൂട്യൂബിൽ കൂടെ റിലീസാക്കിയത് അത്ര രസമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി പടത്തിലോട്ട് വരുവാണെങ്കിൽ സ്ക്രിപ്റ്റ് തൊട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. തുടക്കം ഒരു വലിയൊരു മിഷൻ. ഇത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ട്രെയിലറൊക്കെ കാണുമ്പോഴറിയാം ഇതൊരു സ്പൈ ഏജന്റിൻ്റെ ഒക്കെ ഒരു പടമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കാണും. ഞാൻ ഈ ഒരു പടം ഒരു രീതിയിലും എക്സ്പെക്ട് ചെയ്യാതാണ് പോയി കണ്ടത്. ഇപ്പോൾ രാവിലെ എടുത്ത് നോക്കിയാലും നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പടത്തിനെ പറ്റി ടോട്ടലി ഒന്ന് പറയുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഫിറോസ് ചുട്ടിപ്പാറയുടെ, അതായത് ഫിറോസ് കയുടെ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു കാണും. അതായത് പാചക വീഡിയോ. അപ്പോൾ അതിനകത്താണെങ്കിൽ ഇപ്പം മീറ്റ് ആയാലും വെജിറ്റബിളൊക്കെ ആയാലും പുള്ളി പാചകം ചെയ്യുമ്പം ആ കഴിവെന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്തുള്ള അഴുക്ക് ഒക്കെ കഴുകി കളയുക. അപ്പോൾ അതുപോലെ കഴുകി കളഞ്ഞിട്ട് ഇത് ചില വെജിറ്റബിളൊക്കെ ആണെങ്കിൽ നമ്മൾ പഴുത്തിരിക്കുന്നതാണ്. ആ പഴുത്തിരിക്കുന്നതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ചവറ് സീനുകളുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഭാഗമൊക്കെ ഒരു ആനച്ചന്തത്തിന് കണ്ടുകൊണ്ടിരിക്കാം. അതായത് വിജയുടെ കുറച്ച് റെഫറൻസ് ഉണ്ട്, അതാ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇവരുടെ 4 സ്പൈ ഏജന്റുമാരുണ്ട്. ഒന്ന് അജ്മൽ, മലയാളി താരമാണ്. പിന്നെ പ്രശാന്ത്, പഴയ ജീൻസിൻ്റെ നായകൻ. പിന്നെ പ്രഭു ദേവ. പിന്നെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തളപതി വിജയ്. ഇവരെല്ലാം കൂടെ ഒരു സ്ക്വാഡാണ്. ആദ്യമേ ഒരു മിഷനാണ് കാണിക്കുന്നത്. ആ മിഷനൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു മിഷൻ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ലൊരു സ്പൈ ഏജന്റിനെ നല്ലൊരു യുക്തിപൂർവ്വം, നമ്മൾ മിഷൻ ഇമ്പോസിബിളൊക്കെ കണ്ടുതരിക. അപ്പോൾ അതുപോലൊക്കെയുള്ള നല്ല യുക്തിപൂർവ്വമൊക്കെയുള്ള മിഷനൊക്കെ കാണാമെന്ന് വിചാരിച്ചിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ടൈറ്റിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പടത്തിലോട്ട് പോകുമ്പം പിന്നെ കിടക്കുന്നു, കയ്യിൽ നിന്ന് പോയി പടം കയ്യിൽ നിന്ന് പോയിട്ട് പിന്നെ കിടക്കുന്നു ഫാമിലി പാസം. കുറച്ച് ഫാമിലിയെ പരിചയപ്പെടുത്തുന്നത് വിജയുടെ വൈഫായിട്ട് സ്നേഹ വരുന്നുണ്ട്, പെയറിംഗ് ആയിട്ട്. സ്നേഹമായിട്ട് നേരത്തെ ഉള്ള സിനിമ എനിക്ക് തോന്നുന്നു വസീകരയാന്ന് തോന്നുന്നു. അതൊരു അമിട്ടായിരുന്നു, 2002 ഇറങ്ങിയത്. അതിനുശേഷം 22 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു പടം വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു ഫാമിലി പാസം എല്ലാം വെച്ച് പടം നല്ല രീതിയിൽ പുറമോട്ട് വലിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സോങ് ഒന്നും പ്ലേസ് ചെയ്തേക്കുന്നു. ഒന്നാമത് സോങ് കേൾക്കാൻ എന്ന് വെച്ചാൽ ചില സോങ്ങുകൾ തിയേറ്ററിൽ നല്ല ശബ്ദത്തിൽ കേൾക്കാൻ നല്ല കുഴപ്പമില്ലായിരുന്നു. അല്ലാതെ ഈ ഒരു സോങ് പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്ന രീതി ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ സ്ഥിരം വിജയുടെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. റെഫറൻസ് ആയാലും കുറേ പഴയ സിനിമയ്ക്കകത്ത് ഇപ്പം ലാലേട്ടൻ്റെ പഴയ ആറാട്ടം ഉണ്ടല്ലോ, കൂതറ ആറാട്ടിനകത്ത് കാണിക്കുന്നതിൻ്റെ തൊട്ട് കുറേ റെഫറൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. കൂടുതൽ ഐ എം വെയിറ്റിങ്, പിന്നെ ബബിൾ കെയർ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. പുള്ളി ഒരു പാരച്ചൂട്ടിയിൽ ചാടി വന്നിട്ട് മിഷൻ ഇതാക്കി കഴിയുമ്പോൾ ബബിൾ കെയർ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതൊക്കെ നല്ല രീതിയിൽ പുറമോട്ട് വലിക്കുന്നുണ്ട്. പിന്നെ ഫാമിലി പാസം, ഫാമിലി ആയിട്ടുള്ള വെച്ചേക്കുന്ന ഒരു കുറേ കാര്യങ്ങൾ വെച്ച് ഈ പടം നല്ല രീതിയിൽ പടം മൊത്തത്തിൽ പുറമോട്ട് വലിക്കുന്നുണ്ട്. പടം ഒരു ചെറിയൊരു ലെവലായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു യങ് വിജയെ കാണിച്ചു തുടങ്ങുന്നുണ്ട്. യങ് വിജയെ കാണിച്ചു തുടങ്ങുന്നിട്ട് പടം ചെറിയതായിട്ടൊന്ന് അപ്പായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പായിട്ട് വന്നു കഴിയുമ്പം ഒരു നല്ലൊരു ചേസിങ് സീനൊക്കെ ഉണ്ട് ഇവർ രണ്ടുപേരും കൂടെ. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ കാണാൻ കിടക്കുന്നൊരു പാട്ടും വെച്ചുകൊണ്ട് അവിടെ ഇരിക്കും. അവിടെ കൊണ്ട് ആ ഒരു അപ്പായി പോയത് അതേപോലെ അങ്ങ് താഴെ പോകും. പിന്നെ ജയറാമിനെ കാണിക്കുന്നുണ്ട്. ജയറാമിൻ്റെ ക്യാരക്ടറൊന്നും വലിയ രീതിയില്ല. സാധാരണ ഇതുപോലെ അന്യഭാഷയിലൊക്കെ പോകുകയാണെങ്കിൽ പുള്ളി എന്തെങ്കിലും ഒരു ആർമി ഓഫീസർ അല്ലെങ്കിൽ ഓഫീസറിൻ്റെ അങ്ങനെ വലിയൊരു നേതാവായിട്ടുള്ള രീതിയിലാണ് പുള്ളിയെ കാണിച്ചിട്ടുള്ളത്. അതൊരു
ഇതിനകത്ത് ഇച്ചിരി സീരിയസ് ആയിട്ട് പിടിക്കാൻ നോക്കുന്നുണ്ട്, അത് അത്ര വർക്കായിട്ടില്ല. പിന്നെ ഇതിനകത്ത് 2 രീതിയിലുള്ള കാലഘട്ടത്തിലാണ് കാണിക്കുന്നത്. ഒന്ന് പഴയ കാലഘട്ടം, ഒന്ന് പുതിയ കാലം. അപ്പോൾ ആ മിഷൻ ഉള്ള ആൾക്കാരെല്ലാം വയസ്സായിട്ടുണ്ട്. വയസ്സായെന്ന് പറഞ്ഞാൽ എന്തോ ഫിസിക്കലിലല്ല, അല്ലാതെ മുടിക്കകത്ത് കുറച്ച് ചായം പൂശി വെളുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഫിസിക്കലി വെച്ച് അതിനകത്ത് ആർക്കും വയസ്സൊന്നും ആയിട്ടില്ല. അതുപോലെ ജയറാമിന് അതും വർക്കായിട്ടില്ല, അതും നരപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അത് കുറച്ച് യങ് വിജയെ കാണിച്ചു കഴിയുമ്പോൾ കുറച്ച് അപ്പായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ഇൻ്റർവെല് പഞ്ച് വരുമ്പോൾ നല്ല രീതിയിൽ പടം നല്ല ലെവല് അപ്പായിട്ട് വന്നിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു വെങ്കട് പ്രഭു ഈ ഒരു സിനിമയിൽ എടുത്തു വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് സീൻ എടുത്തിട്ട് പിന്നെ നമുക്ക് നോക്കിയപ്പോൾ അടുത്ത സീൻ നോക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്ത കുറച്ച് സീൻ വേറെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ കുറച്ച് സീൻ ഒരു ബന്ധമില്ലാത്ത കുറച്ച് സീൻ വേറെ കാണിക്കുന്നു, പിന്നെ ഒരു ബന്ധമില്ലാത്ത സീൻ വേറെ കാണിക്കുന്നു. ഇതെല്ലാം കൂടെ ബന്ധമില്ലാതാക്കി വേറൊരു എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എന്തോത്തിന്റെ എവിടത്തെ എഴുത്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ പഴയ തമിഴ് സിനിമയ്ക്കകത്തിൻ്റെ കൂട്ട് കാണിച്ചു വെച്ചേക്കുന്നുണ്ട്. പിന്നെ ഇൻ്റർവെല് വരെയുള്ള റിവ്യൂ പറയുവാണെങ്കിൽ ഇൻ്റർവെല് നല്ല രീതിയിൽ അപ്പായി, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പോയി നല്ല രീതിയിൽ പോകുന്നുണ്ട്. ചിലയിടത്ത് എഴച്ചിൽ, ചിലയിടത്ത് പിന്നെ അതിനകത്തും കുറച്ച് ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ച് ക്ലൈമാക്സ് വരെ എത്തുന്നത്. ക്ലൈമാക്സ് നോക്കുവാണെങ്കിൽ ഒരു പ്രീ ക്ലൈമാക്സിന് ആ ഒരു സമയത്താണെങ്കിൽ ഒരു പണ്ട് ഒരു 10-30 വർഷത്തിന് മുമ്പുള്ള തമിഴ് സിനിമയുടെ കൂട്ടൊക്കെ അത് മലയാളത്തിലും അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരെയും കൂടെ കെട്ടിയിട്ട് വെച്ചിട്ട് അവിടെ വന്ന് വില്ലൻ്റെ ഒരു പറച്ചിലൊക്കെ, അതൊക്കെ പണ്ട് തൊട്ടേ കാണിക്കുന്നത്. അതൊക്കെ ഒന്ന് മാറ്റാമെന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ മങ്കാത്ത കളിക്കുന്നുണ്ട്. മങ്കാത്തക്കകത്ത് അവസാനത്തെ ആ സസ്പെൻസ് പൊട്ടിക്കുന്ന ആ രീതിയിലുണ്ടല്ലോ, അതേപോലെ മങ്കാത്ത കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ പോയി ക്ലൈമാക്സ് വരുത്തുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാം. ഒരു ആനച്ചന്തത്തിൻ്റെ കൂട്ട് ആ എന്തോ യങ് വിജയ് നല്ല കിഡിലും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ലോണം നെഗറ്റീവ് റോള് ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. പുള്ളിക്കാരൻ ഒരു നെഗറ്റീവ് റോൾ നല്ല രീതിയിൽ ചെയ്യും. നമ്മളെ ലിയോയ്ക്കകത്ത് ആ ബെഡിനകത്തുള്ളൊരു സീൻ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സീൻ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ നെഗറ്റീവ് റോൾ നല്ലോണം ചെയ്യുമെന്ന് എനിക്ക് തോന്നി. ഇതിനകത്തും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സീനൊക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ തളപതി വിജയോട് അവരുടെ ഫാൻസുകാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ വിജയ് പടം എന്ന് പറഞ്ഞാൽ ഈ ഫാൻസുകാർക്ക് വേണ്ടി മാത്രമല്ല. ഇപ്പം എല്ലാവരും കൂടെ ഇപ്പം പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ചേരുവയും എനിക്ക് ചേർന്ന് ഇതിനകത്തും തന്നെ അറിയാം. ഇതിനകത്ത് കുറേ ഫാൻസുകാർ അല്ല കുറച്ച് പിള്ളേരൊക്കെ കാണുമല്ലോ, പിള്ളേർ ഫാമിലി പ്രേക്ഷകരും എല്ലാം തമിഴ്നാട്ടിൽ കാണും. അതിനുവേണ്ടി പിള്ളേരെ രസിപ്പിക്കാൻ വേണ്ടി ഇതിനകത്ത് പുള്ളിക്കാരൻ കോമഡി കാണിക്കുന്നുണ്ട്, മോന്ത കൊണ്ട് കോപ്രായം കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇതിനകത്തും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അങ്ങ് ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അസെപ്റ്റ് ഇപ്പം ഒരു സ്പൈ ഏജൻ്റ് ആയിരുന്നെങ്കിൽ അതേ ബേസ് ചെയ്ത് മാത്രം പോകണമായിരുന്നു. ഇത് സ്പൈ ഏജൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥയില്ല. ഇത് ഇല്ലെങ്കിലും ഈ ഒരു കഥ വേറൊരു രീതിയിൽ പോകും. അല്ലാതെ ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അവിയൽ പായസം എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ കൂട്ടായി പോയി. എല്ലാ കഥയും കൂടെ കൂട്ടിക്കുഴച്ച് അങ്ങനെ ആക്കി പോയി. ഇത് ഏത് കഥ ഇതിനകത്ത് ഒറിജിനൽ എന്ന് പറയാൻ പറ്റാതായി പോയി. അതേപോലെ മറിച്ച് കുഴച്ചാക്കി കളഞ്ഞ ഒരു സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് എന്നെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു ആവറേജ് പടം. പക്ഷേ ഇനി ഇതേപോലെയുള്ള ഒരു വെറൈറ്റി വിജയ് എന്ന് വെച്ചാൽ യങ് വിജയ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. ആ നെഗറ്റീവ് റോൾ കിടലിനായിട്ട് വിജയ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നെഗറ്റീവ് തന്നെയാണ്. യങ് വിജയുടെ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. അല്ലാതെ കുഴഞ്ഞു മറിഞ്ഞ് പോയ ഒരു സ്ക്രിപ്റ്റ്. വെങ്കട് പ്രഭു ഇച്ചിരി കൂടെ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷേ വെറൈറ്റി പിടിച്ചിട്ടുണ്ട്, കൊള്ളാം. ഒരു ആനച്ചന്തത്തിന് ഒരു ആവറേജ് പടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.